നമുക്കിന്ന് ചക്ക നിറച്ച് തയ്യാറാക്കിയെടുത്താലോ? ചക്ക നിറച്ചിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അപ്പം നമുക്ക് എങ്ങനെയാണ് ചക്ക നിറച്ച് തയ്യാറാക്കുന്നത് നോക്കാവേ. അതിന് വേണ്ടി ചക്ക ഇതുപോലെ വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അതിനകത്തെ കുരുവൊക്കെ ഒരു ചെറിയ ഭാഗം മാത്രം ഒന്ന് കീറി കൊടുത്തിട്ട് അതിൻ്റെ കുരു മൊത്തം വേർവിട്ട് കളയല്ലേ. ഇങ്ങനെ ഈ രീതിയിലൊന്ന് നമുക്കൊന്ന് ചക്കയുടെ കുരു മാറ്റി ചക്ക വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് എരിവുള്ള ഒരു ഫില്ലിങ്ങും തയ്യാറാക്കി എടുക്കണം. മധുരമുള്ളൊരു ഫില്ലിങ്ങും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇതിനകത്ത് എരിവുള്ളതിന് വേണ്ടി കാന്താരി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഉപ്പ് ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. മധുരത്തിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് തേങ്ങ, ഇച്ചിരി നെയ്യ്, നട്ട്സ് ഏത് വേണം നട്ട്സ് എടുക്കുക. ഞാനിപ്പം സൺഫ്ലവർ സീഡും എല്ലാം എടുത്തിട്ടുണ്ട്, കപ്പലണ്ടി എല്ലാം എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് ഇച്ചിരി സ്വല്പം വേണമെങ്കിൽ മാത്രം പഞ്ചസാര ഇച്ചിരി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇതും ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ മധുരവും അതുപോലെ തന്നെ രണ്ടും നമ്മൾ എരിവുള്ളതും ഇതുപോലെ ചെറിയ സ്പൂൺ അതാക്കി ഒഴിച്ച് നമ്മളിതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലാം അതുപോലെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാവേ. അതിനുശേഷം നമുക്കിത് നമ്മൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടി എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മളിതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം ഇതുപോലെ എടുത്ത് വെക്കുക, ആവി കയറ്റിയെടുക്കാനായിട്ട്. കുറച്ച് ഇറച്ചി വെള്ളം വെക്കുക. പുറത്തോട്ട് നമുക്കിതുപോലെ ഇതെല്ലാം നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ചെറുതീയിലുള്ള കേട്ടോ, ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്കിതുപോലെ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. എന്നുവെച്ചാൽ പച്ചച്ചക്കയല്ലേ, അപ്പം ഇച്ചിരി വേവുണ്ട്. അപ്പം പതിയെ അങ്ങനെ വെച്ചാലേ നമുക്ക് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ ആയി വരും. അല്ലെങ്കിൽ ഇച്ചിരി ഏറെ വെള്ളം വെച്ചാൽ മതി, അങ്ങനെ ആയി വരത്തില്ല. അപ്പം നമുക്കിതുപോലെ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 10-15 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, ചെറുതീയിൽ വെക്കാവുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചക്ക നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോഴിച്ചക്ക ആയതുകൊണ്ട് തന്നെ ഇത് നമ്മളിങ്ങനെ കഴിക്കുമ്പോഴുണ്ടല്ലോ വലിഞ്ഞ് വരും. വരിക്കച്ചക്ക ആയിരുന്നു നല്ലത് കേട്ടോ. കോഴിച്ചക്ക ആകുമ്പോൾ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു കടി കഴിക്കുമ്പോഴത്തേ ഇങ്ങനെ വലിഞ്ഞ് വരും. ഇത് മധുരമുള്ളൂ, മധുരം രണ്ടായിട്ടുണ്ട്. ഇത് മധുരമുള്ളതാണ്. ആ സൈഡിൽ ഇരിക്കുന്നത് നമ്മുടെ എരിവുള്ളത്. അങ്ങനെ നമ്മുടെ സ്പൈസിയും സ്വീറ്റി ആയിട്ടുള്ള നമ്മുടെ ചക്ക നിറച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇത് വെന്ത് വരുമ്പം ഇതിപ്പം നമ്മൾ ചക്കയുടെ ചക്ക വേവിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. ഇത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്കയുടെ സീസണൊക്കെ കഴിയാൻ പോവല്ലേ, അപ്പം ചക്ക കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും.